ഹായ് ഓൾ. ഉന്മാദം. അപ്പോൾ ഉന്മാദത്തിൻ്റെ ഈ കോർ കോൺസെപ്റ്റും ആ സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു രീതിയിൽ നല്ല ഡിഫറെൻ്റ് ആണ്. കാരണം അതിൻ്റേതായ ഒരു രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് അൺസോൾവ്ഡ് കേസ്, പിന്നെ എന്തുകൊണ്ട് അത് അൺസോൾവ്ഡ് ആയിരിക്കുന്നു എന്നൊരു ജസ്റ്റിഫിക്കേഷൻ, പിന്നെ ആ കഥയിൽ മൊത്തം വരുന്ന ഒരു സെറ്റ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, അങ്ങനെ എല്ലാം കൂടെ ഇതൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോറി ബിൽഡിംഗ് എല്ലാം കൂടെ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്. കാരണം ഫസ്റ്റ് ഹാഫ് പോയിരിക്കുന്നതിനകത്തൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിൽ രസമുണ്ട്. ആൻഡ് ഇറ്റ് ബിൽഡ്സ് അപ്പ് ടുവേർഡ്സ് എ വെരി ഗുഡ് ബാങ്ങർ ഇൻ്റർവെൽ ബ്ലോക്ക്. കാരണം ഇൻ്റർവെല്ലിൽ വന്നിരിക്കുന്നത് നല്ല രസമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലും ഇറ്റ് ഹാസ് എസ് മൊമെന്റ്സ്. കാരണം ആ സസ്പെൻസ് ഒക്കെ അൺട്രാവൽ ചെയ്യുന്ന രീതിയും അതുമൊക്കെ ഒരു രസമുണ്ട്. പിന്നെയും ദർ ആർ സീൻസ് വിച്ച് ക്രിയേറ്റ് ദ ഡിസൈഡ് ഇമ്പാക്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നല്ലതാണ്. ആൻഡ് ഓൾസോ ദ മ്യൂസിക്. കാരണം മ്യൂസിക് ഓഡിയോഗ്രാഫി നല്ല രസമാണ്. കാരണം ഇതിന് മൊത്തത്തിലൊരു ഡാർക്ക്, ഒരു സ്പൂക്കി ആ ഒരു രീതിയിലുള്ളൊരു മോഡാണ്. അപ്പോൾ അതിനോട് ചേർന്ന ഒരു സെറ്റും അതിനോട് ചേർന്നൊരു മ്യൂസിക്കും, അതാണ് നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദ എക്സിക്യൂഷൻ ആൻഡ് റൈറ്റിംഗ് ഫോൾട്ടേഴ്സ് അറ്റ് മൾട്ടിപ്പിൾ പോയിന്റ്സ്. കാരണം നമ്മൾ ഈ പോയിരിക്കുന്ന കഴിഞ്ഞ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ എലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് വല്ലാത്ത രീതിയിൽ അവർ കുറച്ച് ഓവർ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അത് എടുത്തിരിക്കുന്ന രീതിയും അതിൻ്റെ ഒരു ഓവർ ഡോസും എല്ലാം കൂടെ വെച്ചിട്ട് എന്തുകൊണ്ടോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഇറിറ്റേറ്റ്സ് യു റാദർ ദാൻ ക്രിയേറ്റിംഗ് ദാറ്റ് ഡിസൈഡ് ഇമ്പാക്ട്. പിന്നെ ഞാൻ പറഞ്ഞു സസ്പെൻസ് അൺട്രാവൽ ചെയ്യുന്ന ഒരു രസമുണ്ട്. അവസാനം അത് അൺട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി പ്രെറ്റി വീക്ക്, ടു ബി ഫ്രാങ്ക്. കാരണം നമ്മൾ കണ്ട് ഫെമിലിയർ ആണ്, അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ലാത്തൊരു രീതിയിലാണ്. കാരണം ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ഈ പടം നമ്മൾ കൈവിടും. പിന്നെ എങ്ങനെയും ഒക്കെ സംഹൗ ദേ മാനേജ് ടു പുൾ ഇറ്റ് ത്രൂ എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് രണ്ടും കാരണം തന്നെ മെയിൻലി വാട്ട് ഷുഡ് ഹാവ് ബീൻ എ ഗുഡ് ഫിലിം എൻഡ്സ് അപ്പ് ബീങ് എ മീഡിയോക്കർ വൺ. പിന്നെ പെർഫോമൻസസ് പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇതിലെ ലീഡ് പെയർ കുഞ്ചാക്കോ ബോബനും ലിജോ മോളും നല്ല കിടലുമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ചാക്കോ ബോബൻ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, കാരണം ഒരു പറ്റം നല്ല റോൾസ് ആണ് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് എക്സലൻറ്റ് ടു. കാരണം ഇതിൽ വളരെ കൺവിൻസിങ് ആണ്. കാരണം മൾട്ടിപ്പിൾ ട്രേറ്റ്സ് ഉണ്ട്, അതെല്ലാം വന്നിരിക്കുന്നത് നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ലിജോ മോൾ, പിന്നെ ലിജോ മോളുടെ ആ ഒരു ഇത് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി നാച്ചുറൽ പെർഫോമൻസ്. കാരണം ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട്. എന്ന് വെച്ചാൽ മറ്റേ ഒരു നോർമൽ ഹൗസ് ഹോൾഡിൽ വരുന്ന കാര്യങ്ങൾ, ദ ഫ്രസ്ട്രേഷൻസ്, പിന്നെ ചില സമയത്ത് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ ഷീ മാനേജസ് എവറിത്തിങ് റിയലി വെൽ. കാരണം വളരെ കൺവിൻസിങ് ആയിട്ടാണ്. പിന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ടു കിരൺ പീതാംബരൻ, ഹൂ പ്ലേസ് കുഞ്ചാക്കോ ബോബൻസ് ഫ്രണ്ട് സോൾ. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉന്മാദത്തിന് അതിൻ്റെതായ മെറിറ്റ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഫ്ലോസ് പുൾ ഇറ്റ് ഡൗൺ ബാഡ്ലി. കാരണം ദേ സ്റ്റാർട്ടഡ് ഇറ്റ് ഓഫ് ആസ് എ കൈൻഡ് ഓഫ് ലൈക്ക് എ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. നമുക്ക് അങ്ങനെ ഒരു ഫീല് തന്നു, ബട്ട് ദേ ജസ്റ്റ് കുഡിൻ മേക്ക് ഇറ്റ് കൗണ്ട് ടിൽ ദ എൻഡ്. സോ ബൈ.